അടുത്ത ചോദ്യം, വാട്ട് ഈസ് മോൾ ഫ്രാക്ഷൻ എന്നാണ്. മോൾ ഫ്രാക്ഷൻ ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് വൺ കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്നാണ്. അടുത്ത ചോദ്യം, when nitrogen and hydrogen combines to form ammonia, the ratio between the volumes of gaseous reactants and products is 1:3:2. Name the law of chemical combination illustrated here. When gases combine to form gaseous products, a simple ratio exists between the volumes of reactants and products at constant temperature and pressure എന്ന് പറയുന്ന ലോ ഏതാണ്? ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയംസ്. വീണ്ടും എംപിറിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല ചെയ്യാനുള്ളൊരു കണക്കാണ്. ഇവിടെ തന്നിരിക്കുന്നത് എ ആൻഡ് ബി എന്ന് പറഞ്ഞിട്ടാണ്. എ കോമ്പൗണ്ട് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 elements എ ആൻഡ് ബി. അപ്പോൾ എലമെൻറ്റുകൾ ഏതൊക്കെയാണ്? എയും ബിയും മാത്രമേ ഉള്ളൂ. എലമെൻറ്റ് ഈസ് എ ആൻഡ് ബി. തന്നിരിക്കുന്നത് റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് ആണ്. ഈ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് തന്നിട്ടുണ്ട്. അറ്റോമിക് മാസ് നമുക്കറിയില്ല. പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. എ 70%, ബി 30% എന്ന് തന്നിട്ടുണ്ട്. പെർസെൻറ്റേജ് കോമ്പസിഷൻ എ 70%, ബി 30%. അറ്റോമിക് മാസ് അറിയില്ല. പകരം റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് തന്നിട്ടുണ്ട് 1.25 ആൻഡ് 1.88. ഇനി നമ്മൾ എംപിറിക്കൽ ഫോർമുല കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സിമ്പിൾ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1.25 ഡിവൈഡഡ് ബൈ 1.25 1 എന്ന് കിട്ടി. 1.88 ഡിവൈഡഡ് ബൈ 1.25 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1.5 എന്ന് കിട്ടും. 1.5 എന്ന് കിട്ടുമ്പോൾ നമ്മളതിനെ ഹോൾ നമ്പർ റേഷ്യോ ആക്കാനായിട്ട് എന്ത് ചെയ്യണം? ഹോൾ നമ്പർ റേഷ്യോ ആക്കാനായിട്ട് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1.5നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 3 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ എംപിറിക്കൽ ഫോർമുല A2B3 എന്നാണ്. എംപിറിക്കൽ ഫോർമുല ഈസ് A2B3. ഇനി എംപിറിക്കൽ ഫോർമുല മാസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആറ്റങ്ങളുടെ മാസ് അറിയണം. അറ്റോമിക് മാസ് അറിയാൻ എന്താ ഇപ്പോൾ ഒരു മാർഗം? 70യെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് 1.25 കിട്ടുന്നത്. അപ്പോൾ അറ്റോമിക് മാസ് കിട്ടാൻ എന്ത് ചെയ്യണം? 70 ഡിവൈഡഡ് ബൈ 1.25 ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അറ്റോമിക് മാസ് കിട്ടും. വി ഗെറ്റ് 56. 30യെ 1.85 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, വിൽ ഗെറ്റ് 16. ഇനി അത് വെച്ചിട്ട് എംപിറിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കാമല്ലോ. A2B3 2 × 56 പ്ലസ് 3 × 16 കിട്ടും. എംപിറിക്കൽ ഫോർമുല മാസ് എല്ലാം കൂട്ടുമ്പോൾ 160 കിട്ടും. മോളിക്കുലർ മാസ് 160 എന്ന് തന്നിട്ടുണ്ട്. സോ n is equal to 160 by 160. 160 divided by 160, that is equal to 1. So molecular formula is equal to empirical formula തന്നെയാണ് A2B3. അടുത്ത കണക്ക് 12 gram of carbon 12 contains Avogadro number of carbon atoms. Give the Avogadro number. 6.022 × 10⁻23. The mass of 2 moles of ammonia. ഒരു മോൾ അമോണിയയുടെ മാസ് എത്രയാണ്? ഒരു മോൾ അമോണിയ 17. അപ്പോൾ 2 മോൾ വരുമ്പോൾ 17 × 2, that is equal to 34 gram. A simple problem. അടുത്ത ചോദ്യം, volume of ammonia gas at STP when 140 gram of nitrogen gas reacts with 30 gram of hydrogen gas. അപ്പോൾ ഇക്വേഷൻ എന്താണ്? N2 plus 3H2 gives 2NH3 എന്നാണ് ഇക്വേഷൻ. 28 gram നൈട്രജൻ 6 gram ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് 34 gram അമോണിയ കിട്ടും. 2 moles ആണ്. 2 mol നമ്മൾ മാസ് നോക്കുന്നില്ല, നമ്മളോട് വോളിയമാണ് ചോദിച്ചിരിക്കുന്നത്. 2 × 22.4 ലിറ്റർ അറ്റ് STP. വോളിയം അറ്റ് STP ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ എത്ര ഗ്രാം? 140 gram നൈട്രജൻ ഉണ്ട്. 140 gram നൈട്രജൻ, 30 gram ഹൈഡ്രജൻ. അത് ലിമിറ്റിംഗ് റിയേജൻ്റ് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. മാസ് ഓഫ് നൈട്രജൻ, mass of hydrogen required to react with 140 gram
mass of hydrogen required to react with 140 gram nitrogen. എത്ര വരും? 30 വേണ്ടത്, അല്ല 6 ഗ്രാം വേണമായിരുന്നു. 28 ഗ്രാമിന് 6 ഗ്രാം വേണം. സോ 140ക്ക് എത്ര? അപ്പോൾ 30 ഗ്രാം ഉണ്ട്. അപ്പോൾ എല്ലാവരും പൂർണ്ണമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ 140 ഗ്രാം നൈട്രജൻ റിയാക്ട് ചെയ്താൽ എത്ര കിട്ടുമെന്നാണ് ചോദ്യം. ഇപ്പോൾ ലിമിറ്റിംഗ് ഏജൻ്റ് ഒന്നുമില്ല, രണ്ടും ഒരുപോലെ തീരും. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും വെച്ച് ചെയ്യാം. 28 ഗ്രാം നൈട്രജൻ റിയാക്ട് ചെയ്താൽ 2 × 22.4 ലിറ്റർ അമോണിയ ഗ്യാസ് കിട്ടും. വോളിയം ഓഫ് അമോണിയ വെൻ 28 ഗ്രാം നൈട്രജൻ റിയാക്ട്സ് എത്രയാണ്? 2 × 22.4 ലിറ്ററാണ്. സോ വോളിയം ഓഫ് അമോണിയ ഒബ്റ്റെയിൻഡ് വെൻ നമ്മുടെ എല്ലാം എത്രയാണ്? 140 ഗ്രാം നൈട്രജൻ എത്ര വരും? 2 × 22.4 ഡിവൈഡഡ് ബൈ 28 × 140. That is the answer. അടുത്ത ചോദ്യം. A given compound always contains exactly the same proportion of elements by weight. Name the above law. ഒരു കോമ്പൗണ്ടിന് ഒരു സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ സെയിം എലമെൻറ്റ്സ് കമ്പൈൻഡ് ഇൻ ദ സെയിം ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. റൈറ്റ് ദ നെയിം ഓഫ് ദ സയൻറ്റിസ്റ്റ് ഹു പ്രൊപ്പോസ്ഡ് ദ ലോ. സയൻറ്റിസ്റ്റിൻ്റെ പേര് ജോസഫ് പ്രോസ്റ്റ്. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. ഇതിനകത്തുള്ള ഓരോന്നിലുമുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കുക. 1 ഗ്രാം നൈട്രജൻ, 1 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്. ഇങ്ങനെയാണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 6.022 × 10⁻23. നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കിട്ടും? മാസ് ഡിവൈഡഡ് ബൈ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഗ്രാം, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ് അല്ലെങ്കിൽ ഗ്രാം മോളിക്കുലർ മാസ്. സോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈക്വൽസ് number of moles into number of moles into 6.022 × 10⁻23. number of moles കിട്ടാൻ എന്ത് ചെയ്യണം? given mass divided by gram atomic mass അല്ലെങ്കിൽ gram molecular mass into 6.022 × 10⁻23. ഇത് സൂചിപ്പിക്കുന്നത് 1 ഗ്രാം നൈട്രജൻ 1 divided by 28 into 6.022 × 10⁻23. പിന്നെ ചോദിച്ചിരിക്കുന്ന 1 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗ്രാം മോളിക്കുലർ മാസ് എത്രയാണ്? 44 × 6.022 × 10⁻23. അത് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക. അടുത്ത ചോദ്യം. ഹൗ മെനി മോൾസ് ഓഫ് ഡൈ ഓക്സിജൻ ആർ പ്രസൻറ്റ് ഇൻ 64 ഗ്രാം ഓഫ് ഡൈ ഓക്സിജൻ? 64 ഗ്രാം ഓക്സിജനകത്ത് എത്ര മോൾ ഉണ്ടെന്ന്? എത്ര മോൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 64 ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലർ മാസ് 2. Following data are obtained when nitrogen and oxygen react together to form different compounds. നൈട്രജൻ്റെയും ഓക്സിജൻ്റെയും മാസുകൾ തന്നിരിക്കുന്നു. നെയിം ദ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഒബെയ്ഡ് ഇൻ ബൈ ദി എബോവ് എക്സ്പെരിമെൻ്റൽ ഡേറ്റ. അപ്പോൾ നൈട്രജൻ്റെ ഒരു ഫിക്സഡ് മാസുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ഓക്സിജൻ്റെ മാസുകൾ ഒരു സിമ്പിൾ റേഷ്യോയിലാണ്. സോ ദാറ്റ് ഇസ് ദ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഇനി ഡിഫൈൻ എംപിറിക്കൽ ഫോർമുല. ഹൗ ഈസ് ഇറ്റ് റിലേറ്റഡ് ടു മോളിക്കുലർ ഫോർമുല? അത് നമുക്കറിയാം. മോളിക്കുലർ ഫോർമുല ഈസ് ഈക്വൽ ടു എംപിറിക്കൽ ഫോർമുല ഇൻറ്റു എൻ. അടുത്ത ചോദ്യം. ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ടു ഫോം 2 ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ്, namely water and hydrogen peroxide. Which law is obeyed by this combination? ഒരു 2 എലമെൻറ്റ് കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട് ഉണ്ടാകുന്നു. അഗെയിൻ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ലോ സ്റ്റേറ്റ് ചെയ്യാം. അടുത്തത്. ഹൗ മെനി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആർ പ്രസൻറ്റ് ഇൻ ദ ഫോളോയിങ്? 0.0025. ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? ഈ സീറോസ് ഒന്നും സിഗ്നിഫിക്കൻ്റ് അല്ല, ഓൺലി
285. 3 significant figures. അടുത്തത്, atoms have very small mass. So usually the mass of atom are given relative to a standard called atomic mass unit. What is atomic mass unit? AMU. Mass of carbon 12 divided by 12. അതിനെയാണ് atomic mass unit എന്ന് പറയുക. In a reaction A plus B2 giving AB2, identify the limiting reagent if the reaction mixture contains 5 moles A and 2.5 mole B. A plus B2 gives AB2. അപ്പോൾ ഇതിനകത്ത് 1 മോൾ A ഉണ്ടെങ്കിൽ 1 മോൾ B വേണം. നമ്മൾ എത്ര മോളൊക്കെ എടുത്തിരിക്കുന്നത്? 5 മോൾ A എടുത്തിട്ടുണ്ട്. അപ്പോൾ 5 മോൾ B ഏതായാലും വേണം. പക്ഷേ ഇവിടെ നമ്മുടെ കയ്യിൽ 2.5 മോൾ B ഉള്ളൂ. So 2.5 mole B will completely consumed. So this is the limiting reagent. Another ചോദ്യം, calculate the mass of sodium hydroxide required to make 500 ml of 0.5 molar aqueous solution. നേരത്തെ നമ്മൾ ചെയ്ത മൊളാരിറ്റിക്കുള്ള ഇക്വേഷനകത്തുനിന്ന് മാസ് ഓഫ് സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ മൊളാരിറ്റി ഇൻറ്റു gram molecular mass into volume in milliliters, volume of solution milliliter divided by 1000. Molarity എത്രയാണ്? Molarity of the solution 0.5 molar. Sodium hydroxide gram molecular mass 40. Volume എത്രയാണ്? വോളിയം ആവശ്യമുള്ളത് 500 ml divided by 1000. Mass of solute 10 gram എന്ന് കിട്ടും. അടുത്ത ചോദ്യം, മോൾ കൺസെപ്റ്റ് ഹെൽപ്സ് ഇൻ ഹാൻഡ്ലിംഗ് എ ലാർജ് നമ്പർ ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ഇൻ സ്റ്റോയിയോമെട്രിക് കാൽക്കുലേഷൻ. ഡിഫൈൻ 1 മോൾ amount of substance contain 6.02 to 10^23 particles. What is the number of hydrogen atom in 1 mole of methane? 1 mole methane എന്ന് പറയുമ്പോൾ 6.022 into 10^23 മീത്തേൻ മോളിക്യൂൾസ് ആണ്. ഒരു മോളിക്യൂളിനകത്ത് 4 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. 4 into 6.022 into 10^23 ആറ്റംസ് ഉണ്ട്. So 1 mole methane contain 4 into 6.022 into 10^23 hydrogen atoms. Calculate the amount of carbon dioxide formed by the complete combustion of 80 gram of methane as per the reaction. CH4 plus 2O2 gives CO2 plus 2H2O. 16 gram 80 gram methane react ചെയ്താൽ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും? അടുത്ത ചോദ്യം, the mole concept helps in handling a large number of atoms and molecules in stoichiometric calculation. Define 1 mole. What is the number of hydrogen atoms in 1 mole of methane? 1 mole of 1 mole എങ്ങനെ ഡിഫൈൻ ചെയ്യുക? amount of substance that contain 6.022 into 10^23 particles. What is the number of hydrogen atom in 1 mole of methane? ഒരു മോൾ മീത്തേനകത്ത് എത്ര ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്? ഒരു മോൾ മീത്തേനകത്ത് 6.022 into 10^23 CH4 മോളിക്യൂൾസ് ഉണ്ട്. ഒരു മോളിക്യൂളിനകത്ത് 4 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അതുകൊണ്ട് 4 into 6.022 into 10^23 hydrogen atoms. അടുത്ത ചോദ്യം, calculate the amount of carbon dioxide formed by the complete combustion of 80 gram of methane. CH4 plus 2O2 gives CO2 plus 2H2O. 80 gram മീത്തേൻ ആണ് റിയാക്ട് ചെയ്തത്. ഓക്സിജൻ്റെ അളവൊന്നും തന്നിട്ടില്ല, അതുകൊണ്ട് ലിമിറ്റിംഗ് റിയേജൻ്റ് ഉണ്ടോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. 80 gram മീത്തേൻ റിയാക്ട് ചെയ്താൽ എത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുമെന്നാണ് ചോദ്യം. ഇക്വേഷൻ അനുസരിച്ച് 16 gram റിയാക്ട് ചെയ്താൽ 44 gram കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. അതായത് ഒരു മോൾ മീത്തേൻ
1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ്. 1 മോൾ മീഥേൻ്റെ മാസ് 16 ഗ്രാം, 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് 44. 16 ഗ്രാം റിയാക്ട് ചെയ്യുമ്പോൾ 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടിയാൽ 80 ഗ്രാം റിയാക്ട് ചെയ്താൽ എത്ര കിട്ടും? മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ഈക്വൽ ടു 44 കിട്ടും. 16 റിയാക്ട് ചെയ്യുമ്പോൾ 44 കിട്ടും. 80 റിയാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? കാൽക്കുലേറ്റ് ചെയ്താൽ മതിയാവും. We'll get 220 gram കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്ത ചോദ്യം, മോൾ ഈസ് എ വെരി ലാർജ് നമ്പർ ടു ഇൻഡിക്കേറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ്, മോളിക്യൂൾസ് എറ്റ്സെട്ര. റൈറ്റ് അനദർ നെയിം ഫോർ 1 മോൾ. 1 മോൾ എന്നതിന് മറ്റൊരു പേര്, ആൻഡ് ദാറ്റ് ഈസ് അവോഗാഡ്രോ നമ്പർ. മോളിൻ്റെ മറ്റൊരു പേരാണ് അവോഗാഡ്രോ നമ്പർ. How the molecular formula is different from that of empirical formula? Empirical formula is the simplest ratio of different atoms present in the molecule. Molecular formula gives the actual number of atoms of various elements present in the molecule. The ചോദ്യം, a combination of elements to form compounds is governed by the laws of chemical combination. Hydrogen combines with oxygen to form compounds, namely water and hydrogen peroxide. State and illustrate the related law of chemical combination. ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേർന്നിട്ട് വാട്ടറും ഹൈഡ്രജൻ പെറോക്സൈഡും ഉണ്ടാകുന്നു. 2 elements combine to form more than 1 compound. The law is law of multiple proportion. ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. What is meant by limiting reagent in a chemical reaction? The reagent that is completely consumed during a reaction is known as limiting reagent. Then 28 gram of nitrogen is mixed with 12 gram of hydrogen to form ammonia. As per the reaction, N2 plus 3H2 giving 2NH3, which is the limiting reagent in this reaction. 28 gram nitrogen mixed with 12 gram of hydrogen. Reaction is N2 plus 3H2 gives 2NH3. 28 gram nitrogen ഉണ്ടെങ്കിൽ 6 ഗ്രാം ഹൈഡ്രജൻ വേണം. 1 മോൾ നൈട്രജനും 3 മോൾ ഹൈഡ്രജനുമാണ് റിയാക്ട് ചെയ്യുന്നത്. ഇത് ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്നത് 28 ഗ്രാം നൈട്രജനും 12 ഗ്രാം ഹൈഡ്രജനും ഉണ്ട് എന്നാണ്. 28 ഗ്രാം നൈട്രജൻ എത്ര മതി? 6 ഗ്രാം മതി. നമ്മുടെ 12 ഗ്രാം ഉണ്ട്. അപ്പോൾ ഹൈഡ്രജൻ കൂടുതലുണ്ടല്ലോ, മുഴുവൻ ഉപയോഗിച്ച് തീരുന്നതായിരിക്കും nitrogen ആണ്. So nitrogen is the limiting reagent. Nitrogen is completely consumed. So nitrogen is the limiting reagent. അടുത്ത ചോദ്യം നോക്കാം. The laws of chemical combination govern the formation of compounds to form elements, compounds from elements. State the law of conservation of mass. Who put forward this law? Law of conservation of mass എന്താണ്? Matter can neither be created nor be destroyed. അല്ലെങ്കിൽ in a chemical reaction, the total mass of the reactant is equal to the total mass of product. Who put forward this law? Anthony Lavoisier. ഇന്നത്തെ ചോദ്യം നേരത്തെ പറഞ്ഞ ചോദ്യം തന്നെയാണ്. ഡിഫറെൻറ്റ് മാസ് ഓഫ് നൈട്രജൻ തന്നിരിക്കുന്നു, മാസ് ഓഫ് ഓക്സിജൻ തന്നിരിക്കുന്നു. വിച്ച് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഈസ് ഇലസ്ട്രേറ്റഡ് ഹിയർ. അപ്പോൾ അതിനകത്ത് നൈട്രജൻ്റെ മാസ് ഫിക്സ്ഡ് ആണ്. 14, 28 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും 14 ഗ്രാം നൈട്രജനോട് റിയാക്ട് ചെയ്യുന്ന ഓക്സിജൻ്റെ മാസും 28 ഗ്രാം നൈട്രജനോട് കമ്പൈൻ ചെയ്യുന്ന ഓക്സിജൻ്റെ മാസുകളും ഒക്കെയാണ് തന്നിരിക്കുന്നത്. സോ ദ മാസസ് ഓഫ് ഓക്സിജൻ ആർ ഡിഫറെൻറ്റ്. നൈട്രജൻ്റെ മാസ് ഫിക്സ് ചെയ്ത് വെച്ചാൽ ആ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നൈട്രജൻ്റെ മാസിനോട് കമ്പൈൻ ചെയ്യുന്ന ഓക്സിജൻ്റെ മാസുകൾ ഡിഫറെൻ്റ് ആണ്. ആ മാസുകൾ ഒരു സിമ്പിൾ റേഷ്യോയിലായിരിക്കുമെന്ന് നമുക്ക് കാണാം. സോ that law is the law of multiple proportion. അടുത്ത ചോദ്യം, the laws of chemical combination are the basis of atomic theory. Name the law of chemical combination illustrated by the pair CO and CO2. രണ്ട് കോമ്പൗണ്ട് തന്നിരിക്കുകയാണ്, CO and CO2. ഇവരെ
നോക്കിയാൽ ഏത് ലോയാണ് നമുക്ക് മനസ്സിലാകുന്നത്. രണ്ട് എലമെൻറ്റുകൾ, 2 കാർബൺ ആൻഡ് ഓക്സിജൻ കമ്പൈൻഡ് ഫോം മോർ ദാൻ 1 കോമ്പൗണ്ട്, CO ആൻഡ് CO2, ദ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അടുത്ത ചോദ്യം, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 8 gram ഓഫ് നൈട്രജൻ ഇൻ 500 ml ഓഫ് വാട്ടർ. മൊളാരിറ്റി കണ്ടുപിടിക്കാൻ mass of solute into 1000 divided by gram molecular mass of solute into volume of solution in milliliters. milliliter അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബ് എല്ലാം തന്നിട്ടുണ്ട്. മാസ് ഓഫ് സൊല്യൂട്ട് തന്നിട്ടുണ്ട്. 8 gram ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് into 1000 divided by gram molecular mass of sodium hydroxide is 40, volume 500 ml. Two by 5, that is 0.4. യൂണിറ്റ് എന്താണ്? മോളാർ, ക്യാപിറ്റൽ എം എഴുതാം, അല്ലെങ്കിൽ മോൾസ് പെർ ലിറ്റർ എന്ന് എഴുതാം. that is molarity. അടുത്ത ചോദ്യം, the mole is the amount of substance that contains as many particles as 12 gram of C12 isotope. What do you mean by the molar mass of a compound? Molar mass of a compound means mass of 6.022 × 10⁻23 molecules. 6.022 × 10⁻23 മോളിക്യൂൾസിൻ്റെ മാസിനെയാണ് നമ്മൾ 1 gram മോളിക്കുലാർ മാസ് എന്ന് വിളിക്കുക. അതിപ്പോൾ റിലേറ്റീവ് മാസ് അല്ല ചോദിച്ചിരിക്കുന്നത്, ഗ്രാം മോളിക്കുലാർ മാസാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് ഇൻ 1 liter ഓഫ് വാട്ടർ. ഓൾസോ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഇൻ 1 liter ഓഫ് വാട്ടർ. ഒരു ലിറ്റർ വാട്ടറിനകത്തുള്ള മോൾസ്, നമ്പർ ഓഫ് മോൾസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്പർ ഓഫ് മോളിക്യൂൾസും കാൽക്കുലേറ്റ് ചെയ്യണം. നമ്പർ ഓഫ് മോൾസ് കിട്ടിയാൽ മോളിക്യൂൾസ് കിട്ടാനായിട്ട് 6.022 × 10⁻23 ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. നമ്പർ ഓഫ് മോൾസ് കിട്ടണമെങ്കിൽ മാസ് അറിയണം. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ് എന്നാണ് നമുക്കറിയാവുന്നത്. ഇവിടെ നമുക്ക് മാസ് തന്നിട്ടില്ല, വോളിയമാണ് തന്നിരിക്കുന്നത്. പക്ഷേ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. 1 gram per milliliter എന്ന് തന്നിട്ടുണ്ട് ഡെൻസിറ്റി. അപ്പോൾ ഒരു മാസ് ഓഫ് 1 milliliter ഈസ് 1 gram. അപ്പോൾ മാസ് ഓഫ് 1 liter എത്രയായിരിക്കും? അതായത് 1000 milliliter 1000 gram. 1000 gram ആണ് നമ്മുടെ മാസ്. ഒരു ലിറ്റർ വാട്ടറിൻ്റെ മാസ് 1000 gram ആണ്. സോ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു 1000 gram ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ് ഈസ് 18. വാട്ടറാണ്, H2O. 16 18. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് മോൾസ് കിട്ടും. നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടാൻ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അതിനെ 6.022 × 10⁻23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം ഒരു മോളിക്യൂൾസ് എടുത്താൽ അതിനകത്ത് 6.022 × 10⁻23 മോളിക്യൂൾസ് ഉണ്ട്. ഇത്രയും മോൾസാണ് നമ്മുടെ കയ്യിലുള്ളത്. that into 6.022 × 10⁻23. അടുത്തത്, what is mass percent? Mass of an element present in 100 gram of the compound is known as mass percent. A compound contains 4.07% hydrogen, 24.27% carbon and 71.65% chlorine. Molecular mass is 98.96. What is the empirical and molecular formula? ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള പ്രോബ്ലമാണ്. ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പ്രോബ്ലം തന്നെയാണ്.
എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ക്ലോറിൻ. പെർസെൻറ്റേജ് കോമ്പോസിഷൻ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? കാർബൺ 24.27, ഹൈഡ്രജൻ 4.07, ക്ലോറിൻ 71.65. സാധാരണ നമ്മൾ കാർബണിൻ്റെ പേരാണ് ആദ്യം എഴുതുക. കാർബൺ എലമെൻ്റാണ് ആദ്യം എഴുതുന്നത്. കോമ്പൗണ്ട് എഴുതുമ്പോൾ എപ്പോഴും കാർബണിൻ്റെ സിമ്പിളാണ് ആദ്യം എഴുതാറുള്ളത്. അറ്റോമിക് മാസ് എഴുതാം. 12, 1, 35.5. അടുത്തത് റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് ആണ്. 24.27 divided by 12, 4.07 by 1, 71.65 by 35.5. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ 2.02, 4.07, 2.02. ഏറ്റവും ചെറിയ നമ്പർ 2.02 ആണ്. സോ ദ സിംപ്ലസ്റ്റ് റേഷ്യോ ഈസ് 2.02 divided by 2.02, 1. 4.07 divided by 2.02 is nearly equal to 2. 2.02 divided by 2.02, 1. So we got the empirical formula. Carbon H2Cl. Empirical formula mass 12 plus 2 plus 35.5, 49.5. Molecular mass 98.5. 98.5 അല്ല 98.96. So N is equal to molecular mass divided by empirical formula mass. എവിടെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്താലും ഇക്വേഷൻ ഒന്ന് എഴുതിയേക്കണം. അങ്ങനെ ഒരു തെറ്റ് വന്നാൽ ഇക്വേഷനുള്ള മാർക്കങ്ങൾ നമുക്ക് കിട്ടണം. 98.96 divided by 49.5 is nearly equal to 2. So molecular formula is equal to H2Cl into 2, that is C2H4Cl2. അടുത്ത ചോദ്യം, calculate the number of moles of oxygen required to produce 240 gram of MgO by burning magnesium metal. അപ്പോൾ മഗ്നീഷ്യം ബേൺ ചെയ്യുന്നു. റിയാക്ഷൻ ബേൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഓക്സിജനുമായിട്ടുള്ള കോമ്പിനേഷനാണ്. MgO ഈസ് ദ പ്രോഡക്റ്റ്. ഇക്വേഷൻ ബാലൻസ് ചെയ്യണം. 2MgO എന്ന് എഴുതി 2Mg plus O2 gives 2MgO. ഇക്വേഷൻ അനുസരിച്ച് 2 മോൾ മഗ്നീഷ്യം 1 മോൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. 2 മോൾ മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 240 gram ഓഫ് മഗ്നീഷ്യം ഓക്സൈഡ്. 2 മോൾ മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യത്തിൻ്റെ മാസ് 24, ഓക്സിജൻ്റെ മാസ് 16. മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ മാസ് 40. അപ്പോൾ 40 into 2 gram മഗ്നീഷ്യം ഓക്സൈഡാണ് കിട്ടുന്നത്. അപ്പോൾ 2 into 40 എന്ന് പറഞ്ഞാൽ 80 gram. ഇത് ഇക്വേഷൻ അനുസരിച്ചിട്ടുള്ള കാര്യമാണ്. 80 gram മഗ്നീഷ്യം ഓക്സൈഡ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ required to produce 80 gram magnesium oxide. ഇക്വേഷൻ അനുസരിച്ചിട്ടുള്ള കാര്യമാണ് എഴുതിയത്. 80 gram, അതായത് 2 മോൾ മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവാൻ 1 മോൾ ഓക്സിജനാണ് റിയാക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് 1 മോൾ. 80 gram മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവാൻ 1 മോൾ ഓക്സിജനാണ് റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? 240 gram. Number of moles of
oxygen required to produce 240 gram magnesium oxide എത്രയായിരിക്കും? 1 divided by 80 into 240. 3 moles. അപ്പോൾ മാസും മോളും കൂടിയാണ് നമ്മൾ റിലേറ്റ് ചെയ്തത്. ക്വസ്റ്റ്യൻ എങ്ങനെയാണോ ആ രീതിയിൽ ചിന്തിച്ചിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. ക്വസ്റ്റ്യനകത്ത് ഇവിടെ മാസ് ഓഫ് ഓക്സിജൻ എന്നാണ് ചോദിച്ചതെങ്കിൽ മാസ് നമ്മൾ എടുക്കണം. ഓക്സിജൻ്റെ മാസ് എടുത്തിട്ട് ഈ രീതിയിൽ റിലേഷൻ ഉണ്ടാക്കിയിട്ട് ചെയ്യണം. ഇവിടെ ഇപ്പോൾ മോൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു മോൾ റിയാക്ട് ചെയ്യുമ്പോൾ എത്ര ഗ്രാം ഓക്സിജൻ ഉണ്ടാകുന്നു ഇക്വേഷനകത്തുനിന്ന് റിലേഷൻ കണ്ടുപിടിച്ചിട്ട് അത് വെച്ച് വേണം ചെയ്യാൻ. ഇല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് മാസ് കണ്ടുപിടിക്കുക, അതിനെ പിന്നെ മോളാക്കി കൺവേർട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. 2 മോൾ മാഗ്നീഷ്യം ഓക്സൈഡിന് 1 മോൾ ഓക്സിജനാണ്. അതുകൊണ്ട് 240 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര മോളാണ്? 240 by 4, 40, 6 moles. 6 moles മാഗ്നീഷ്യം ഓക്സൈഡാണ് ഉണ്ടാവേണ്ടത്. അങ്ങനെയാണെങ്കിൽ 1 മോൾ ഓക്സിജൻ റിയാക്ട് ചെയ്യുമ്പോൾ 2 മോൾ കിട്ടും. അപ്പോൾ 6 മോൾ കിട്ടണമെങ്കിൽ 3 മോൾ, അങ്ങനെ വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാം. റിലേഷൻ ഇതിപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള കാൽക്കുലേഷനാണ്. 80 ഗ്രാം മാഗ്നീഷ്യം ഓക്സൈഡിന് 1 മോൾ ഓക്സിജനാണ് വേണ്ടത്. അതുകൊണ്ട് 240 ഗ്രാം മാഗ്നീഷ്യം ഓക്സൈഡിന് ഡയറക്റ്റായിട്ട് നമുക്ക് 3 മോൾസ് എന്ന് കിട്ടി. അടുത്ത ചോദ്യം, 1 gram atom of an element contains 6.022 × 10⁻23 atoms. Find the number of oxygen atoms in 4 gram oxygen. 4 gram oxygen എന്ന് പറഞ്ഞാൽ എത്ര മോളാണ്? ഓക്സിജൻ മോളിക്കൂളാണ് 32 gram ആണ് 1 mole. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് മോൾസ് is equal to 4 divided by 32 1/8 എന്ന് കിട്ടും. ഒരു മോളിനകത്ത് 6.022 × 10⁻23 മോളിക്യൂൾസ് ഉണ്ട്. അതുകൊണ്ട് നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് 1/8 × 6.022 × 10⁻23 മോളിക്യൂൾസ് ഉണ്ട്. ഒരു മോളിക്യൂളിനകത്ത് 2 ആറ്റങ്ങളുണ്ട്. സോ 2 × 1/8 × 6.022 × 10⁻23 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. കാൽക്കുലേറ്റ് ചെയ്ത് എഴുതണം. അടുത്തത്, വിച്ച് ഈസ് ഹെവിയർ, 1 ഓക്സിജൻ ആറ്റം ഓർ 10 ഹൈഡ്രജൻ ആറ്റംസ്? 1 ഓക്സിജൻ ആറ്റം ആണോ 10 ഹൈഡ്രജൻ ആറ്റങ്ങളാണോ കൂടുതൽ ഭാരമുള്ളത്? 1 ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ് എത്ര? മാസ് ഓഫ് 1 ഓക്സിജൻ ആറ്റം 16 divided by 6.022 × 10⁻23. 3 മോളിക്കൂളിൻ്റെ മാസാണ് 16 ഗ്രാം. അതുകൊണ്ട് ഒരാറ്റത്തിൻ്റെ 3 ആറ്റങ്ങളുടെ മാസാണ് 16 ഗ്രാം. സോ ഒരു ആറ്റത്തിൻ്റെ മാസ് ഗ്രാം അറ്റോമിക് മാസ് ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ. മാസ് ഓഫ് 1 ഹൈഡ്രജൻ ആറ്റം 1 divided by 6.022 × 10⁻23. 10 ഹൈഡ്രജൻ ആറ്റം ആകുമ്പോഴോ 10 divided by 6.022 × 10⁻23. ഈ വാല്യൂ ആണോ വലുത്? ഡെഫിനറ്റ്ലി മാസ് ഓഫ് 1 ഓക്സിജൻ ആറ്റം ഈസ് ഹെവി.